നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിങ്ങോ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അമേരിക്കൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞതും ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നതും അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നതും മൂലമാണ് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. യൂറോപ്യൻ ഫ്യൂച്ചർ 1.81%, അമേരിക്കൻ ഫ്യൂച്ചർ 0.47% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും നെഗറ്റീവ് സൈഡിലായിരുന്നു ക്ലോസിംഗ് നൽകിയത്. ശനിയാഴ്ച ഡോ ജോൺസ് 1.07%, S&P 1.24%, നാസ്ഡാക്ക് 1.54% ഇടിഞ്ഞ് ട്രേഡ് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ നടത്തിയ ചർച്ചകളിൽ കാര്യമായ പുരോഗതി വരാത്തതും ട്രഷറി ഈൽഡ് ഉയർന്നതും മൂലമാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായത്. അമേരിക്കൻ മാർക്കറ്റിൽ ടെക് സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ സെല്ലിംഗ് ശക്തമായിരുന്നു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കിയാലും ഏഷ്യൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ ശക്തമാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റും ഇതുവരെയും വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക അടുത്ത ആക്ഷനിലേക്ക് നീങ്ങുമെന്നുള്ള ആശങ്ക ഗ്ലോബൽ മാർക്കറ്റിലുടനീളം പ്രകടമാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ ആർമിക്ക് ഗെറ്റ് മൂവിംഗ് ഫാസ്റ്റ് തുടങ്ങിയ രീതിയിലുള്ള കമാൻഡുകൾ അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റിൽ അസ്ഥിരത ഉടലെടുക്കുകയും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ മാർക്കറ്റുകൾ അണ്ടർ പെർഫോം ചെയ്യുകയും ചെയ്യുന്നു. ജപ്പാൻ്റെ ഇൻഡെക്സ് 1%, സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 2%, ഹോങ്കോങ് ഇൻഡെക്സ് നെഗറ്റീവ് സൈഡിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ബ്രന്റ് ക്രൂഡിൻ്റെ വില 8% വർദ്ധിച്ച് $110 പെർ ബാരലിന് മുകളിലേക്ക് എത്തിയതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച ഏറ്റവും വലിയ കൺസേൺ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച വീക്ക്ലി ബേസിസിൽ ഇന്ത്യൻ മാർക്കറ്റും ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലായിരുന്നു ക്ലോസിംഗ് നൽകിയത്. നിഫ്റ്റി 23,640 ക്ലോസിംഗ് നൽകി. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,750, 23,800 തുടങ്ങിയ സോണുകൾ പ്രധാന റെസിസ്റ്റൻസ് സോണാണ്. അതേസമയം 23,400 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കൂടിയാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 23,400 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ മാർക്കറ്റ് ഗ്രാജുവലി 23,150 വരെ ഇടിയാനും സാധ്യതയുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്ന 63 മൂൺസ് ടെക്നോളജി ലിമിറ്റഡ്, അജാക്സ് എഞ്ചിനീയറിംഗ്, അപ്പോളോ മൈക്രോസിസ്റ്റം, അസ്ട്രൽ ലിമിറ്റഡ്, ഡോംസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ് ലിമിറ്റഡ്, HLE ഗ്ലാസ്കോട്ട് ലിമിറ്റഡ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, JK പേപ്പർ ലിമിറ്റഡ്, JSW സിമെൻറ്റ്, പൂർവാങ്കര ലിമിറ്റഡ്, സിമാക് ലിമിറ്റഡ്, ടിംഗൻ ഇന്ത്യ ലിമിറ്റഡ്, ത്രിവേണി ടർബൈൻ ലിമിറ്റഡ്, സൈഡസ് വെൽനസ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതുകൂടാതെ വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് VST ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് ആണ്. VST ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സിൻ്റെ റവന്യൂ 9% വർദ്ധിച്ചെങ്കിലും പ്രോഫിറ്റ് 79% ഇടിഞ്ഞ് 24 കോടിയിൽ നിന്നും 5 കോടിയിലേക്കെത്തി. എബിറ്റ മാർജിൻ 13%-ൽ നിന്നും 14%-ലേക്ക് ഉയരുകയും എബിറ്റ 16% വർദ്ധിച്ച് 40 കോടിയിൽ നിന്നും 43 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. 25 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിൽവറിൻ്റെ ഇമ്പോർട്ട് ഗവൺമെൻറ് നിയന്ത്രിച്ച സാഹചര്യത്തിൽ ഹിന്ദ് സിങ്ക്, ഹിന്ദ് കോപ്പർ പോലുള്ള സ്റ്റോക്കുകൾ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഹിന്ദ് കോപ്പറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും മികച്ചതാണ്. കമ്പനിയുടെ റവന്യൂ 58% വർദ്ധിച്ച് 731 കോടിയിൽ നിന്നും 1186 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 135% വർദ്ധിച്ച് 266 കോടിയിൽ നിന്നും 627 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 36%-ൽ നിന്നും 54%-ലേക്ക് ഉയരുകയും ചെയ്തു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 137% വർദ്ധിച്ച് 187 കോടിയിൽ നിന്ന് 444 കോടിയിലേക്ക് എത്തി. കൂടാതെ NCCയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 1.7% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 18% ഇടിഞ്ഞു. 284 കോടിയിൽ നിന്നും 206 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. എബിറ്റ 1.1% ഇടിഞ്ഞു. കമ്പനി 2 രൂപ 20 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രീമിയർ എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 64% വർദ്ധിച്ച് 278 കോടിയിൽ നിന്നും 457 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ 37% വർദ്ധിച്ച് 1621 നിന്നും 2230 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 27% വർദ്ധിച്ച് 529 കോടിയിൽ നിന്നും 675 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 32%-ൽ നിന്നും 30%-ലേക്ക് എത്തുകയും ചെയ്തു. ഗോഡ്ഫ്രെ ഫിലിപ്സും ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് തന്നെയാണ്.
കമ്പനി 33 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് 86% വർദ്ധിച്ച് 280 കോടിയിൽ നിന്നും 522 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 84% വർദ്ധിച്ച് 1888 കോടിയിൽ നിന്നും 3486 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 105% വർദ്ധിച്ച് 269 കോടിയിൽ നിന്നും 552 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ടാറ്റ സ്റ്റീലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റവന്യൂ 11% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 8% വർദ്ധിച്ചിട്ടുണ്ട്. 4 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോദ്രേജ് ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ 33% വർദ്ധിച്ചു. പ്രോഫിറ്റ് 142% വർദ്ധിച്ച് 183 കോടിയിൽ നിന്നും 444 കോടിയിലേക്ക് എത്തി. എബിറ്റ 96% വർദ്ധിച്ച് 593 കോടിയിൽ നിന്നും 1165 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 10% നിന്നും 15%ലേക്ക് ഉയരുകയും ചെയ്തു. കുപ്പിഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും മികച്ചതാണ്. കമ്പനിയുടെ റവന്യൂ 112% വർദ്ധിച്ച് 56 കോടിയിൽ നിന്നും 120 കോടിയിലേക്ക് എത്തിയപ്പോൾ പ്രോഫിറ്റ് 11 കോടിയിൽ നിന്ന് 36 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റിൽ 215% വർധനവുണ്ടാവുകയും ചെയ്തു. എബിറ്റ മാർജിൻ 23% നിന്ന് 33%ലേക്ക് എത്തിയപ്പോൾ എബിറ്റ 178% വർദ്ധിച്ച് 13 കോടിയിൽ നിന്നും 37 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ആസാദ് എഞ്ചിനീയറിംഗിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 27% വർദ്ധിച്ചു. പ്രോഫിറ്റ് 42% വർദ്ധിച്ചു. 25 കോടിയിൽ നിന്നും 36 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. റവന്യൂ 127 കോടിയിൽ നിന്നും 162 കോടിയിലേക്ക് എത്തി. എബിറ്റ 45 കോടിയിൽ നിന്നും 61 കോടിയിലേക്ക് മെച്ചപ്പെടുകയും എബിറ്റ മാർജിൻ 35% നിന്നും 38%ലേക്ക് ഉയരുകയും ചെയ്തു. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. പ്രോഫിറ്റ് 31% ഇടിഞ്ഞു. 286 കോടിയിൽ നിന്ന് 175 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞപ്പോൾ റവന്യൂ 15% ഇടിഞ്ഞ് 1758 കോടിയിൽ നിന്നും 1484 കോടിയിലേക്ക് എത്തി. എബിറ്റ 16.5% വർദ്ധിച്ച് 266 കോടിയിൽ നിന്നും 310 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 15% നിന്നും 20%ലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. സെയിലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി 2 രൂപ 35 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 46% വർദ്ധിച്ച് 1281 കോടിയിൽ നിന്നും 1836 കോടിയിലേക്ക് എത്തി. റവന്യൂ 5% വർദ്ധിച്ച് 29316 കോടിയിൽ നിന്നും 30813 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 26% വർദ്ധിക്കുകയും എബിറ്റ മാർജിൻ 11.9% നിന്നും 14%ലേക്ക് മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്ക് ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് ആണ്. ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് 95% ഇടിഞ്ഞു. 29 കോടിയിൽ നിന്നും 1 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. കമ്പനിയുടെ മാർജിൻ 7.5% നിന്നും 12.8% നിന്നും 7.5%ലേക്ക് ഇടിയുകയും എബിറ്റ 48 കോടിയിൽ നിന്നും 29 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂ 6% ഉയർന്ന് 375 കോടിയിൽ നിന്നും 399 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. ഫ്യൂഷൻ മൈക്രോ ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ടോട്ടൽ ഇൻകം 9% ഇടിഞ്ഞു. പ്രോഫിറ്റ് 165 കോടി രൂപയുടെ ലോസിൽ നിന്നും കമ്പനി 114 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു സ്റ്റോക്ക് വോഡാഫോൺ ഐഡിയയാണ്. വോഡാഫോൺ ഐഡിയയുടെ നെറ്റ് പ്രോഫിറ്റ് വോഡാഫോൺ ഐഡിയ 5286 കോടി രൂപയുടെ ലോസിൽ നിന്നും 59970 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഹൈലൈറ്റ്. AGR ഡ്യൂസ് വഴിയുള്ള 57491 കോടി രൂപയുടെ ഓൺ ടൈം ഗെയിൻ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനി പ്രോഫിറ്റിലെത്തിയിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റാണ്. എബിറ്റ 1.5% വർദ്ധിച്ച് 4817 കോടിയിൽ നിന്നും 4889 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 42% നിന്ന് 43%ലേക്ക് ഉയരുകയും ചെയ്തു. കൂടാതെ ആദിത്യ ബിർള ഗ്രൂപ്പ് 4731 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്യൂഷൻ വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്കിൽ നടത്തുന്നതുകൊണ്ട് വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. യൂണോ മിൻ്റെയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 22% വർദ്ധിച്ചു. റവന്യൂ 17% ഉയർന്നു. മാർജിൻ 11.6 നിന്നും 11.3ലേക്ക് കറക്റ്റായപ്പോൾ എബിറ്റ 14.5% വർദ്ധിച്ച് 527 കോടിയിൽ നിന്നും 603 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. കോൾഫീൽഡ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ മഹാനദി കോൾഫീൽഡ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPOയ്ക്കും ഓഫർ ഫോർ സെയിലിനും അപ്രൂവൽ ലഭിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. സിൽവർ ഇമ്പോർട്ടിന് മുകളിൽ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയതുകൊണ്ട് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. കൂടാതെ യുറാനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ
ഹിന്ദുസ്ഥാൻ കോപ്പർ ടെയിലിങ്സിൽ നിന്നും യുറേനിയം എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി ജാർഖണ്ഡിൽ ഒരു റിക്കവറി പ്ലാന്റ് ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ, UCIL തുടങ്ങിയ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. പേസ് ഡിജിടെക് എന്ന കമ്പനിക്ക് NLC ഇന്ത്യ റിന്യൂവബിൾസിൽ നിന്നും 710 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അതുകൊണ്ട് സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡും മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. CNG പ്രൈസിൽ ₹1 പെർ കിലോ എന്ന റേറ്റിൽ വർധനവ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക. കൂടാതെ രാജേഷ് എക്സ്പോർട്ട്, വൈബൽ ഗ്ലോബൽസ് തുടങ്ങിയ കമ്പനികളുടെ ബിസിനസ് പെർഫോമൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ജ്വല്ലറി എക്സ്പോർട്ട് ആൻഡ് ജെംസ് എക്സ്പോർട്ട് 9% ഇടിഞ്ഞതായിട്ടാണ് പറയുന്നത്. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് DRSTയിൽ നിന്നും 15.7 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. ടാറ്റ ഇലക്ട്രോണിക്സ്, ASML തുടങ്ങിയ കമ്പനികൾ ഇന്ത്യയിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഒരു കൊളാബറേഷൻ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സെമി കണ്ടക്ടർ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സെമി കണ്ടക്ടർ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ITC ഹോട്ടൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. കുമരകത്തുള്ള സുരി ഹോട്ടൽസ് ആൻഡ് റിസോർട്ടിൻ്റെ ഒരു റിസോർട്ട് ITC ഹോട്ടൽ 205 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ITC ഹോട്ടലിനെ ശ്രദ്ധിക്കാം. JSW എനർജി എന്ന കമ്പനി 250 മെഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി പ്ലാന്റ് കമ്മീഷൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ JSW എനർജി മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. NBCCക്ക് 52 കോടി രൂപയുടെ 2 വർക്ക് ഓർഡർ ലഭിച്ചതുകൊണ്ട് NBCC എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും.